छोटी सी और सुंदर सी कविता है मातृभाषा। मातृभाषा जैसे चिंटियां लौटती है दिलों में, कठफोड़वा लौट रहे हैं काट के पास, वायुयान लौटते हैं एक के बाद एक, लाल आसमान में ढेले पसारे हुए हवाई अड्डे की ओर। ओ मेरी भाषा, मैं लौटा हूँ तुमने। जब चुप रहते रहते अकड़ जाती है मेरी जीभ, दुखने लगती है मेरी आत्मा। ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരു നമ്മളാക്കിയതാണ്. മനസ്സിലായി? നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഭാഷയിലൂടെ. അതുകൊണ്ട് അതിനെ നമ്മൾ കളഞ്ഞു കുടിക്കരുത് നമ്മുടെ ഭാഷയിലൂടെ. മനസ്സിലായി? വേറെ ഉള്ള നിങ്ങളെ പൈസ കളയരുത്, മറ്റുള്ളത് കളയരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ആ മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കണം. അതിനെ എല്ലാ ഭാഷകളുമായിട്ട് ഏത് വേണമെങ്കിലാകട്ടെ. ഒരു എക്സാമ്പിൾ കൂടി പറയും. എൻ്റെ അനുഭവത്തിലാണ്. നിങ്ങൾ കേട്ട ഒരു രാജ്യം അവിടെ ഒരാൾ നല്ലപോലെ ചിരിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണം കേട്ടിട്ടല്ലാന്ന് എനിക്കറിയാം. എന്തോ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കാം. അത് ചിരിച്ചോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചിരിച്ചോളൂ. ഇങ്ങനെ പിടിച്ചൊന്നും ഇരിക്കണ്ട. അവിടെ ചിരിക്കാനുള്ളതാണ് ഈ ഒരു സെഷൻ. അപ്പൊ അവിടെ ഈ കേട്ടിട്ടുണ്ടോ ലക്സംബർഗ്? ആരെങ്കിലും ലക്സംബർഗ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു രാജ്യം ഉണ്ട്. കേട്ടിട്ടുണ്ട്. വളരെ ചെറിയ രാജ്യമാണ്, സമ്പന്ന രാഷ്ട്രമാണ്. ഫസ്റ്റ് ഒന്നാണ് സമ്പന്ന രാഷ്ട്രങ്ങൾ. അവിടുത്തെ ഒരു ഭാഷയാണ് ലക്സംബർഗിഷ്. എന്താണ് ലക്സംബർഗിഷ്? ഇത് ഡൈയിങ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ലക്സംബർഗിഷ് പഠിക്കുന്നില്ല, ആരും അധികം പോകുന്നില്ല. കുറേ പേര് ജോലിക്ക് വേണ്ടി പോകും. അവിടുത്തെ ഗവൺമെന്റ് എടുത്ത നിലപാട് എന്താണെന്നറിയാമോ? ഈ ഭാഷ പാസ്സാകാതെ അവർക്ക് വിസ കിട്ടില്ല, അവിടേക്ക് എൻട്രി ചെയ്യാൻ പറ്റി. അങ്ങനെ വന്നപ്പോൾ എന്തായി? വീണ്ടും നമ്മുടെ ആവശ്യമാണ്, എനിക്കവിടെ നല്ലൊരു ജോലി കിട്ടുന്നുണ്ട്, ഞാൻ എന്ത് പഠിക്കാൻ തയ്യാറായി? ഞാൻ പഠിച്ചോളാം ലക്സംബർഗിഷ്. നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ ചെന്നൈയിലുള്ള ഒരു ടീച്ചറാണ് അവിടെ സൂപ്പറായിട്ട് ലക്സംബർഗിഷ് പഠിപ്പിച്ച് എത്ര രൂപയാണ് അവരുണ്ടാക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അതും നമ്മുടെ ഇവിടെ ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. എവിടെയും നമ്മൾ തന്നെയാണ്. അപാര കഴിവുകളും സിദ്ധികളും ഉള്ളവരാണ് നമ്മൾ. ഏത് സ്ഥലത്തും നമ്മളുടെ കുട്ടികളാണ് ഷൈൻ ചെയ്യുന്നത്, അല്ലേ? നാളെ ഞാൻ കുറച്ചുകൂടിയൊക്കെ കളഞ്ഞു. ഇപ്പൊ നാളെ എൻ്റെ ബർത്ത്ഡേ, എനിക്ക് 70 വയസ്സാവില്ല. അതുകൂടി പറഞ്ഞു. 70th ബർത്ത്ഡേ. ഞാൻ മറക്കില്ല, ഈ കയ്യടി ഞാൻ മറക്കില്ല. എന്തിനാ പറഞ്ഞെന്നറിയാവോ? 70th ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇനി ഞാനൊരു കുറച്ച് വർഷങ്ങൾ കഴിയുമല്ലോ. അപ്പോഴത്തേക്കൊക്കെ നിങ്ങൾ എന്താണ് എനിക്ക് അറിഞ്ഞത്? ദൈവമേ, ഓരോരുത്തരിങ്ങനെ ഓരോ പൊസിഷനില് റിവോൾവിംഗ് ചെയറിലൊക്കെ ഇരുന്നു കൊണ്ട് ഓരോരുത്തർ വിളിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കാതിലോ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് അന്ന് ആ തലമുടി നനച്ച് വന്ന ആ മിസ് സരസ്വതി ഉണ്ടല്ലോ, നമ്മുടെ മാതൃഭാഷയെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്. ഇവിടെ ഇരിക്കുന്ന 2 കുട്ടികൾക്ക് അത് ഓർമ്മ വന്നാൽ ഞാൻ സാറ്റിസ്ഫൈഡ്. ഐ ആം സാറ്റിസ്ഫൈഡ്. കാരണം ഒരു കൂട്ടത്തിനെ മുഴുവൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടികളിലെ കുറച്ചു പേര് ശ്രദ്ധിക്കും, കുറച്ചു പേര് നമ്മൾ പറഞ്ഞത് എടുക്കും, അല്ലേ? എങ്ങനെയാണോ ഹംസം വെള്ളവും പാലും കൂടി ഉണ്ടെങ്കിൽ വെള്ളത്തിനെ കളഞ്ഞ് പാലെടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ അഭിരുചി ഡിഫറെന്റ്. ഓരോരുത്തർക്കും ഓരോന്നിനാണ് അഭിരുചി. ഭാഷയോടാകാം, അല്ലാതെ ശാസ്ത്ര വിഷയങ്ങളോടാകാം, ടെക്നിക്കലായിട്ടാവാം, IAS ആകണമെന്നുണ്ടാവും ചിലവർക്ക്. ആഗ്രഹങ്ങൾ നമ്മുടെ പലതാണ്. കൊച്ചിലെ എത്ര ആഗ്രഹം പറയല്ലേ? LKG UKG ഒക്കെ പഠിക്കും. ആരാണ്? പൈലറ്റാവും, പോലീസാവും, ടീച്ചറാവും. എല്ലാവരും ടീച്ചർ എന്നാണ്. ആ പഠിപ്പിക്കുന്ന ടീച്ചർ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ ഭാഷയും മാറുന്നു. ഭാഷയ്ക്ക് നൈരന്തര്യമുണ്ട്. അതൊരു ഒഴുക്കാണ്, നദി പോലെ അത് ഒഴുകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നതായ ഭാഷയിലെ സാഹിത്യത്തിലുള്ളതും തള്ളിക്കളയാവുന്നതല്ല, നല്ലത് തന്നെയാണ്. അതിനൊരു വാക്ക് എനിക്കിപ്പോ ഓർമ്മ വന്നത് കളഭം. കളഭത്തിന്റെ അർത്ഥം ശീലുകൾ പോലെ തുലയമുണ്ടുകല്ലിട തങ്ങി നിൽക്കാൻ നവനീതമെന്ന പോലെ നാവിലിറ്റുന്ന നറുപയസ്തന്നെ മാതൃസ്തന്യം അറിയാതെ ആരാനും
വന്നുപോയി. ചെറുശ്ശേരിക്കാർ വർണ്ണഗാഥകൾ ചൊല്ലിയ ഇതിഹാസം തുഞ്ചത്തു നിന്നു കേട്ട ചിരിയുടെ തിരകളുയർത്തുവാൻ കുഞ്ചനും നിറവോടെ പാടിയ ഭാഷയേത്? ഒരു വീണപ്പൂവിന്റെ ഗദ്ഗതം കാതിലെ കരുമയോടെത്തിച്ചതേതു ഭാഷ? കുരുവിക്കു വാഴക്കയലിവോടെ നൽകിയ കവിവരൻ ചൊല്ലിയതേതു ഭാഷ? അരുതരുതാരുമീ പാവനശീലയെ കുരുതിക്കൊടുക്കുവാൻ വെന്തിടല്ലേ. പൊരുതുക തായ്മൊഴി നെഞ്ചോട് ചേർക്കുക, കരുതുക ഭാവി തലമുറയ്ക്കായി. പൊരുതുക തായ്മൊഴി നെഞ്ചോട് ചേർക്കുക, കരുതുക ഭാവി തലമുറയ്ക്കായി.